ഹായ്, ഐ എം സിൽവി ജോർജ്. ഏവറേജ് ഹൗസ് ഹോൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ മാസങ്ങളായി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പോർഷൻസൊക്കെ ഒരുവിധം കഴിയാറായി. ഇനി അവർക്ക് ആനുവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സ്കൂളിൽ പോകാൻ കഴിയാതെ വീട്ടിലിരുന്ന് പഠിച്ച് എക്സാമിന് തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി പേരൻസ് എന്ന നിലയിൽ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. നമുക്കറിയാം, എപ്പോഴും പഠിക്കാനും വായിക്കാനും ഇഷ്ടപ്പെടുന്ന കുറച്ച് കുട്ടികളുണ്ട്. നമ്മൾ പഠിക്കാൻ പറഞ്ഞില്ലെങ്കിലും അവരെല്ലാം കൃത്യമായി പഠിച്ച് എക്സാമിന് മുമ്പ് റെഡിയായിരിക്കും. എന്നാൽ ഭൂരിഭാഗം കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ അധിക സമയം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സപ്പോർട്ടും കെയറും അവർക്ക് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾക്ക് ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ. പഠിക്കാൻ മാത്രമല്ല, കളിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ നമുക്ക് അവർക്ക് സമയം കൊടുക്കാം. റീഫ്രഷ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കാം. അങ്ങനെ പഠനം അവർക്ക് മടുപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം അവർ അതെല്ലാം മുഴുവൻ അനുസരിക്കണമെന്നില്ല. എങ്കിലും ഒരു പരിധി വരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പഠിക്കാനിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ പോകാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് മൊബൈൽ. അതുകൊണ്ട് പഠിക്കുന്ന മുറിയിൽ മൊബൈൽ വെക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തേത്, വീട്ടിൽ മറ്റു കുട്ടികളുണ്ടെങ്കിൽ അവരോടൊപ്പം സംസാരിക്കുകയോ കളിക്കുകയോ ചെയ്യും. അതുകൊണ്ട് വീട്ടിൽ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ അവരെ വേറെ മുറിയിലാക്കി പഠിപ്പിക്കുകയാണ് നല്ലത്. പിന്നെ ഒന്നാണ് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നത്. നമ്മൾ പഠനത്തിനിടയ്ക്ക് ചെറിയൊരു ഇൻ്റർവെൽ കൊടുത്ത് അവരെ കളിക്കാൻ വിടുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാൻ സാധിക്കും. TV അല്ലെങ്കിൽ മൊബൈൽ, അതിൽ നിന്നുള്ള ശബ്ദവും കുട്ടികളെ ശ്രദ്ധ തിരിക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് എക്സാം സമയത്തെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇതൊന്നുമല്ലാതെ പുസ്തകം തുറന്നു വെച്ച് വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അത് ചിലപ്പോൾ മടി കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ അവരുടെ ഒപ്പം ഇരുന്നൊന്ന് കെയർ ചെയ്യുന്നത് നന്നായിരിക്കും. അവരുടെ പഠിക്കുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ ജോലികൾ ഒന്ന് ക്രമീകരിച്ച് വെക്കാം. നമുക്കറിയാം, ഒരുപാട് അമ്മമാർ ജോലിയുള്ളവരാണ്. അവർക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാൻ ഇരിക്കാൻ സാധിക്കില്ല. എങ്കിലും കഴിയുന്നത്ര അമ്മമാർ എക്സാം സമയത്ത്, പ്രത്യേകിച്ച് ഈ വർഷം, അവരുടെ കൂടെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അവരുടെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡിക്റ്റേഷൻ എടുക്കാം. വലിയ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ധാരാളം വായിക്കേണ്ടി വരും. അവർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അപ്പോൾ വായിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഒന്ന് ടെക്സ്റ്റ് ഉറക്കെ വായിച്ചു കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസും ഫോർമുലകളൊക്കെ നമുക്കൊരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ വലുതായി എഴുതി കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിൽ കഴിയുമെങ്കിൽ ചുമരിലോ അല്ലെങ്കിൽ ഡോറിലോ ഒട്ടിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പോയം പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കാം. കുട്ടികൾക്ക് എത്ര പഠിച്ചിട്ടും ഓർമ്മ കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പഠിക്കാനുള്ള മെമ്മറി ട്രിക്കുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് കിട്ടും. ഉദാഹരണത്തിന്, പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് ഓർഡറിൽ ഓർക്കാനുള്ള മെമ്മറി ട്രിക്ക് ഒഴിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് ഓർത്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള മെമ്മറി ട്രിക്കുകൾ നമുക്ക് തന്നെ കണ്ടെത്തി പഠിപ്പിക്കാം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് ഒരിക്കലും മറന്നു പോകില്ല. നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ കുട്ടികളെ എഴുതി തന്നെ പഠിപ്പിക്കുന്നതാണ് നല്ലത്. മലയാളം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ ചെറുപ്പത്തിൽ തന്നെ നല്ലതുപോലെ എഴുതി പഠിപ്പിച്ചില്ലെങ്കിൽ വലുതായാലും അവർക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാകും. അതുപോലെ മാത്സിൻ്റെ ബേസിക് കാര്യങ്ങളായ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. മാത്സിൽ കുട്ടികളുടെ ബേസ് ശരിയായാൽ അവർക്ക് വലുതായാലും കോൺഫിഡൻസോട് കൂടെ ടെൻഷനില്ലാതെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മാത്സിന് നമുക്ക് ശരിയായ ബേസ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എപ്പോഴും മാത്സ് ഒരു പേടി സ്വപ്നമായിരിക്കും. മാത്സ് ഒട്ടും അറിയാത്ത അമ്മമാരാണെങ്കിൽ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മാത്സ് അറിയാവുന്ന മറ്റാരുടെയും സഹായം തേടാവുന്നതാണ്. മാത്സ് എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്തവരാണെങ്കിൽ എല്ലാം വാരി വലിച്ച് പഠിക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും പഠിക്കാം. ഇമ്പോർട്ടൻ്റായ ഭാഗങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം, 1-2 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ചെറിയ കുട്ടികളെ നമ്മൾ വഴക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ 1-2 മാർക്ക് കൊണ്ട് അവരുടെ ഭാവിജത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. എന്നാൽ ടേണിംഗ് പോയിന്റുകളായ 10ാം ക്ലാസ്, +2 അതൊക്കെ വരുമ്പോൾ നമുക്ക് 1-2 മാർക്ക് ചിലപ്പോൾ നിർണായകമാകും. കുട്ടികൾ പഠിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളും ഒരുപക്ഷെ ആ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. അതിനാൽ പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. കാരണം അവർക്ക് അവരുടേതായ വ്യക്തിത്വവും അഭിരുചികളും ഉണ്ടായിരിക്കും.
പിന്നെ അമ്മമാർ പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്നതാവില്ല എല്ലാ കുട്ടികളും. അങ്ങനെയുള്ളവർക്ക് അച്ഛൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു മുതിർന്ന ആളുകളുടെയോ ഹെൽപ്പ് തേടാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.